أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الشهر الحرام بالشهر الحرام والحرمات قصاص، فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 195, 196 ആയത്തുകളാണ് ഇപ്പോൾ കേട്ടത്. ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ്: ആദരണീയ മാസത്തിനു പകരം ആദരണീയ മാസം തന്നെ. എല്ലാ ആദരണീയ കാര്യങ്ങൾക്കും എതിരിൽ പ്രതിക്രിയാ നടപടികൾ എടുക്കേണ്ടതാണ്. അതുകൊണ്ട് വല്ലവനും നിങ്ങളുടെ മേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ അവനെതിരെ അവൻ നിങ്ങളെ ആക്രമിച്ചതുപോലെ അവനെ നിങ്ങളും ആക്രമിച്ചു കൊള്ളുക. അള്ളാഹുവിനെ ഭയപ്പെടുക. നിശ്ചയമായും അള്ളാഹു അവനെ ഭയപ്പെടുന്നവരുടെ കൂടെയാണെന്ന് അറിഞ്ഞിരിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധനം ചെലവ് ചെയ്യുക. നിങ്ങളുടെ കൈകളാൽ നിങ്ങളെ സ്വയം നാശത്തിൽ ആപതിപ്പിക്കരുത്. നിങ്ങൾ നന്മ ചെയ്യുക. നിശ്ചയമായും നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യനിഷേധികൾ ആദരണീയ മാസങ്ങളായ ദുൽഖഅദ, ദുൽഹജ്ജ, മുഹറം, റജബ് എന്നീ മാസങ്ങളെ ആദരിക്കുകയാണെങ്കിൽ നിങ്ങളും അതുപോലെ ചെയ്യുക. അവർ അതിനെ ആദരിക്കാതിരിക്കുകയാണെങ്കിൽ അവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് നിർബന്ധിതമാക്കി പോകുന്നതാണ്. അവർ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതരായിരിക്കുന്നതാണ്. ഫമൻ ഇഅ്തദാ അലൈക്കും ഫഅ്തദൂ അലൈഹി ബിമിസ്ലി മാ ഇഅ്തദാ അലൈക്കും. അതായത് അവർ നിങ്ങളുടെ മേൽ ആക്രമണം നടത്തുകയും നിങ്ങളുടെ വിശുദ്ധ മാസങ്ങളെ അവർ ആദരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ആക്രമണത്തിനും അതിക്രമത്തിനും അവിവേകത്തിനും പകരമായി അതിനനുസരിച്ചുള്ള ശിക്ഷ നൽകൽ നിങ്ങൾക്കും അനുവദനീയമാണ്. എന്നാൽ അള്ളാഹു ഇതോടൊപ്പം പറയുന്നു: വത്തഖുല്ലാഹ് വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. എല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുക. അവൻ്റെ പരിധികളെ നിങ്ങൾ ലംഘിക്കരുത്. അതായത് ആദരണീയ മാസങ്ങളെ അനാദരിച്ചതിൻ്റെ കാരണത്താൽ ആ പ്രതിക്രിയ നടപടികൾക്ക് നിങ്ങൾക്ക് അനുവാദമുണ്ടെങ്കിലും തഖ്വയ്ക്ക് ഉന്നതമായ ഒരു സ്ഥാനവും നിലയും ഉണ്ട്. ആ കൽപ്പന മുന്നിൽ വെച്ചുകൊണ്ട് ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് എന്നത് പ്രകാരം ശത്രുവിന് മാപ്പ് ചെയ്യുന്നതിലൂടെ സംസ്കരണം സാധ്യമാണെങ്കിൽ തീർച്ചയായും നല്ല ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അടുത്ത ആയത്തിൽ, അതായത് വഅൻഫിഖു ഫി സബീലില്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ആയത്ത്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ ജനങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരികയാണെങ്കിൽ ഉടനെ തന്നെ നമ്മെ സ്വയം നാശത്തിലകപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്നും പിന്തിരിയുക. അതിലെങ്ങനെയാണ് പങ്കെടുക്കുക എന്ന് പറഞ്ഞ് അതിൽ നിന്നും പിന്തിരിയുക എന്ന അർത്ഥമല്ല ഇതിനുള്ളത്. അതായത് മരണഭയം ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ അതിൽ നിന്നും ഓടി രക്ഷപ്പെടണമെന്നും ഭീരുത്വം കാണിക്കണമെന്നും ഒരിക്കലും അല്ല ഈ ആയത്തിനർത്ഥം. മറിച്ച് ഇതിനർത്ഥം ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോഴെല്ലാം നിങ്ങളുടെ ധനം നിങ്ങൾ നല്ലവണ്ണം ചിലവഴിക്കുക എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ധനത്തെ തടഞ്ഞു വെക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ നാശത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ചിലവഴിക്കേണ്ടത് ആവശ്യമായ ഘട്ടങ്ങളിൽ ചിലവഴിക്കാതെ ധനം ശേഖരിച്ചു വെക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുന്നില്ലെങ്കിൽ ശത്രു നിങ്ങളെ കടന്നാക്രമിക്കുകയും
അതിൻ്റെ ഫലമായി നിങ്ങൾ നാശത്തിലകപ്പെടുകയും ചെയ്യുന്നതാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു, വ അഹ്സിനു, നിങ്ങൾ നിങ്ങളുടെ കടമകൾ വളരെ ഭംഗിയായി നിറവേറ്റുക. അള്ളാഹു നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിരാലംബരുടെയും ദരിദ്ര സഹോദരങ്ങളുടെയും ചിലവും വഹിക്കുക. അതിലൂടെ നന്മയുടെ പുതിയ പുതിയ മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക. എന്തെന്നാൽ നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിൽ അള്ളാഹു പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലേക്ക്, ദരിദ്രരെ സഹായിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ്. അൻഫിഖൂ ഫീ സബീലില്ലാഹ്, എല്ലായ്പ്പോഴും ദരിദ്രരെ സഹായിക്കുന്നതിനായി ധനം ചെലവ് ചെയ്യുക, ധനം നൽകുക. വലാ തുൽഖൂ ബി ഐദീകും ഇലത്തഹലുക, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളാൽ തന്നെ സ്വയം നാശത്തിൽ അകപ്പെടുത്തരുത്. അതായത്, അല്ലയോ ധനികരായിട്ടുള്ളവരെ, നിങ്ങൾക്ക് അധികമായി ലഭിച്ചിട്ടുള്ള സമ്പത്തിൽ നിന്നും നിങ്ങൾ സന്തോഷപൂർവ്വം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അധികമായി ലഭിച്ചത് തന്നെയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു നഷ്ടവും വരുന്നില്ല. അങ്ങനെ ചെയ്യാത്ത പക്ഷം നശിച്ചു പോകുന്നതാണ്. വ അഹ്സിനു, നിങ്ങൾ അധികം നന്മ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെ കുറച്ചുകൊണ്ട് ധനം മിച്ചം വെച്ച് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുക. എന്നാൽ ഓർക്കുക, ഈ പ്രവൃത്തി ജനങ്ങളെ ഭയന്നുകൊണ്ടാകരുത്, മറിച്ച് സന്തോഷത്തോടെ ആയിരിക്കണം ചെയ്യേണ്ടത്. ജനങ്ങളോടുള്ള ഭയത്താലാണ് നിങ്ങൾ ദരിദ്രരെ സഹായിക്കുന്നതെങ്കിൽ അള്ളാഹു അതിൽ സംതൃപ്തനാകുകയില്ല. സന്തോഷത്തോടെയാണ് നൽകുന്നതെങ്കിൽ, ത്യാഗം ചെയ്യുന്നതെങ്കിൽ ആ ദരിദ്രരും സന്തോഷിക്കുന്നതാണ്. അള്ളാഹുവും സംതൃപ്തനായി തീരുന്നതിനാൽ നിങ്ങളെ നാശത്തിൽ നിന്നും അവൻ രക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്.